കൊലപാതക ശേഷം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന റിതു ജയനെ കൂട്ടുകാട് വെച്ച് സംശയം തോന്നിയ പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമറ്റ് ഇടാതെ വാഹനമോടിച്ചതിനായിരുന്നു പോലീസ് കൈ കാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന റിതു ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് റിതുവിന്റെ മൊഴി. മെഡിക്കൽ എക്സാമിനേഷനിൽ ഡ്രഗിന്റെ സബ്സ്റ്റൻസ് ഒന്നുമില്ല. ഇയാൾ ഓൾറെഡി റിമാൻഡിൽ പോയിട്ടുണ്ട് മുമ്പ്. അത് എനിക്ക് ബൈക്ക് തെഫ്റ്റ് കേസുണ്ട്, പിന്നെ ഹർട്ട് കേസുണ്ട്, പിന്നെ ഇയാള് വേറൊരു ലേഡീനെ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പരാതിയിൽ ഒരു കേസ്. നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കസ്റ്റഡി ആവശ്യമുള്ള കാര്യം സൂചിപ്പിക്കും. ശല്യപ്പെടുത്തിയെന്നാരോപിച്ച അയൽ വീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ ഋതുവിനെതിരെ വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വിളിച്ചുവരുത്തിയെങ്കിലും മാനസികാരോഗ്യ ചികിത്സ നൽകാമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടയച്ചു. ശേഷം ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. പോലീസിന്റെ ഭാഗത്ത് വലിയൊരു നടപടി ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു കേസ് കിട്ടിയാൽ താൽക്കാലികമായിട്ട് പരിശോധിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിച്ച് പോകുന്നൊരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പറവൂർ കോടതിയിൽ ഹാജരാക്കിയ ഋതുവിന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമുണ്ടായി. റിമാൻഡ് ചെയ്ത പ്രതിക്ക് വേണ്ടി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.